ഓടിക്കോ കൊടുക്കല്ലേ പുറകാളിട്ടോ പിടിപ്പിച്ചോ അടി തെറ്റിയാലും പിടിവിടല്ലേ ഏപ്രക്കാർ സൂക്ഷിക്കണേ അത് കച്ചത്തിലെന്ന് പേടിക്കണ്ട ഓടിക്കോ ഓടി രക്ഷപ്പെട്ടോ അവിടുന്ന് വന്നട കുറെ കാലായി മനസമാനത്തോടെ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റാതായിട്ട്. അതിന് ഞങ്ങളാരും ചേട്ടന്റെ ഉറക്കം കെടുത്തില്ല. നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോ ആരെ ഉണർത്താതല്ലേ ഞങ്ങളെ തൊഴിൽ ചെയ്യണത്. കൈ കിട്ടുന്നതൊക്കെ മോഷ്ടിച്ചിട്ട് തമാശ. നമ്മൾ ഇവരെ അടിക്കാൻ നിന്നാലേ നമ്മൾ ഇവരെ കാട്ടിൽ തരം താഴ്ന്നു പോകും. സ്നേഹമുള്ളവരാ നമുക്ക് തിരിച്ചടിക്കാം. നേരെ ചൊവ്വ മനുഷ്യന്മാര് മോഷ്ടിക്കാൻ കൂടി സമ്മതിക്കില്ലെന്ന് വെച്ചാ ചേട്ടാ സ്വയം തൊഴിൽ കണ്ടെത്തന്റെ ഭാഗമായിട്ട് എനിക്ക് കിട്ടി. തൊഴിൽ അറിയാൻ മേളത്തോട്ടല്ല ഞങ്ങൾ മോഷ്ടിക്കുന്നത്. എന്റെ ടേപ്പ് റെക്കോർഡിംഗ് എടുക്ക്. വേറെ പണി കിട്ടിയില്ലെങ്കിൽ നീ മോഷ്ടിക്കുമല്ല. പോലീസിന് വിളിക്കും. ഒന്ന് വേഗം വിടറോ സഹപ്രവർത്തക. സ്വാതന്ത്ര്യത്തിന്റെ കൂടെ ബ്രിട്ടീഷുകാർ കൊടുത്തിട്ട് പോയ സാധനമാ. ഇതിൽ കൂടുതൽ വേഗത്തിൽ പോയാലേ വീലൂരി തെറിച്ചു പോകും. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ആണുങ്ങൾ വേറെ ഉണ്ട്. അവന്മാരെത്തി യവന്മാരെ ഞാൻ പിടിച്ചോണ്ട് പോയാൽ ഞാൻ അത്രയും വഴി നമുക്ക് കുറഞ്ഞില്ലേ സാറേ. 36 വർഷം ഈ വേഷം വിട്ട് ചരച്ചിട്ട് ഈ തൃക്കൈ കൊണ്ട് ഇന്ന് വരെ ഒരു ഉണ്ണാക്കനെയും പിടിക്കാൻ സാധിച്ചിട്ടില്ല. റിട്ടയർമെന്റിന് മുമ്പ് ഈ മരമാക്രികളെങ്കിലും പിടിച്ചു കൊടുത്ത് എല്ലാ കേസുകളും യവന്മാരുടെ കുഞ്ചിക്കടിച്ചേറ്റി പ്രൊമോഷൻ തട്ടിയെടുത്തിട്ട് എന്നെ കൊണ്ട് കെട്ടിയെടുത്താൽ മതി എന്നാണ് എന്റെ പ്രാർത്ഥന. ഒന്ന് ചവിട്ടി വിടറോ. ബ്രേക്ക് ബ്രേക്ക് ചവിട്ടോ. എവിടെ കള്ളന്മാർ? കാക്കിയിട്ടോണ്ടാണോ അവിടെ കക്കുന്നേ? അത് തൊഴിലിന്റെ ഒരു യൂണിഫോം അല്ലേ? എന്നാ കതറിട്ടോണ്ട് കക്കിക്കൂടെ? എവിടെ തൊണ്ടി? ഇത് തെണ്ടി. തൊണ്ടി എവിടെ? വാങ്ങിച്ചു പിടിക്കണോ? ഇങ്ങനെ കുപ്രസിദ്ധരായ 2 അന്താരാഷ്ട്ര മോഷ്ടാക്കളെയാണ് കോൺസ്റ്റബിൾ രുദ്രംപിള്ള അറസ്റ്റ് ചെയ്തത്. എവിടെ പത്രക്കാർ? അവിടെ ഫോട്ടോ. പത്രക്കാർ നടക്കണോ? സാറിന്റെ ടേപ്പ് റെക്കോർഡർ അതങ്ങ് കോടതി പറഞ്ഞാ മതി. സാർ സമയത്തെത്തി ഞങ്ങളെ രക്ഷിച്ചു. കൂടുതൽ ലക്ഷം ഞാൻ ലാക്കപ്പി തരാം. അയ്യോ ഈ അയ്യോ അല്ല ഒരു പ്രമോഷൻ എനിക്കൊത്തു. ടയറോ അത് കേടായി പോയി. പണ്ടാരം വണ്ടി വിടറോ. ഇയാളേത് കോപ്പിലെ പോലീസാ? ജീപ്പ് നിർത്തണോ? ആ തടിമണ്ണെ കൂടി ഇതിനകത്തേറ്റം പോകണം. പതുക്കെ പറയണോ. റിട്ടയർഡ് ഐ ജി ശാന്തസുന്ദര സാറാ അത്. എന്താ രുദ്രംപിള്ള ഒരു ആഹ്ലാദം? 2 പിടിയിട്ടാ പുള്ളികളെ പിടിച്ചു സാർ. ആര്? ഈ ഞാൻ തന്നെ. എവിടെ? ജീപ്പിലുണ്ട് സാർ. പാട്ട് നിർത്തണോ. കോളനിയിലെ സ്ഥിരം മോഷ്ടാക്കളാ. ഹലോ വെരി ഗുഡ്. ഇനി രുദ്രംപിള്ളക്ക് പ്രമോഷൻ ഉറപ്പാ. വേണോന്ന് വെച്ചാൽ ഈ രുദ്രംപിള്ള ഏത് അധോലോക നായകനെയും പിടിക്കാൻ സാർ. പിന്നെന്താ വേണമെന്ന് വെക്കാത്തെ? ജാതകവശാൽ കർമ്മണ്യേ വാധികാരസ്ഥേ മാഫലേഷു കഥാരചനേന്ന വിനാശകാലേ വിപരീത ബുദ്ധി. എന്റെ ഒരു പ്രമോഷൻ തടഞ്ഞ ആനയായത്. വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് അതൊന്നും ആലോചിച്ച പിടിയിട്ടില്ല എന്റെ സാറേ. അനുഭവത്തിൽ വരും. പോകാം. ഇതോടോ ചിരിക്കുന്നേ? വെറുതെ അല്ലോട് തനിക്ക് പ്രമോഷൻ കിട്ടാതെ. വണ്ടി വണ്ടി ഹോസ്പിറ്റലിലേക്കാ? അല്ല നിന്റെ അമ്മായിയപ്പന്റെ നെഞ്ചത്തോട്ട്. ആരാടി രാവിലെ തന്നെ വച്ച് കയറുന്നേ? അത് നമ്മുടെ ശാന്തസുന്ദരൻ സാറായിരിക്കും. ഓ മറ്റുള്ളവരുടെ ശാന്ത നഷ്ടപ്പെടുത്ത ഇയാൾക്ക് ആരാടി ശാന്തസുന്ദരൻ പേരിട്ടേ? ഒന്ന് പതുക്കെ പറ. നിങ്ങളുടെ ശരീരം നന്നാക്കാനായിട്ട് വെളുപ്പിനെ ജോഗിങ്ങിന് കൊണ്ടുപോകാൻ ഞാൻ സാറിനോട് പറഞ്ഞിരുന്നതാ. അയ്യോ എന്റെ അപ്പോ എന്നോട് വേണോട് ഈ കടുക്കയ്യ. അതിന് ഞാനെന്തൊരു ഓഹമാണ് എന്നോട് 2 ലിറ്റർ പാല്, 6 മുട്ട, 2 കിലോ ഏത്തക്ക, 12 ചപ്പാത്തി. ഇത്രയുമാണ് എന്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത്രയും ഉണ്ടെങ്കിൽ ഞാനൊരു ഹോട്ടൽ തുടങ്ങിയേനെ. ഈ ശരീരത്തിൽ കൊള്ളുന്ന അത്രയ്ക്കല്ലല്ലോ തമാശയുടെ സ്റ്റോക്ക്. പാരമ്പര്യമായി ഞങ്ങളുടെ തമാശക്കാരാ. എന്റെ അച്ഛനും വലിയ തമാശക്കാരനായിരുന്നു. അപ്പൊ അച്ഛൻ ആരാച്ചാരായിരുന്നു. ഓടിക്കോ. എണ്ണ നന്നായി ചൂടാവട്ടെ. കോഴിയെ മുക്കിപ്പൊഴിക്കാനുള്ളതാ. മുക്കിപ്പിടിക്കാൻ കോഴിയെ വേണ്ടടി.
അയ്യോ, മസാല വേണ്ടി വറുത്തെടുത്ത് തിന്നോ ആ പരുവത്തിന് വരഞ്ഞു വെച്ചിട്ടുണ്ട് അവന്മാര്. ചേട്ടൻ എന്ത് പറ്റി? കുറുപ്പ് ഓട്ടം പഠിക്കാൻ ഇറങ്ങിയ കൂട്ടത്തിൽ നാട്ടുകാർ ചിലർ ഗുസ്തി പഠിക്കാൻ ഇറങ്ങിയത് ഞങ്ങൾ അറിഞ്ഞില്ല. അവന്മാരുമായി ക്ലാഷ് ആയതാ. അയ്യോ എന്റെ അമ്മോ, അയ്യോ എന്നെ ഞെക്കിക്കൊള്ളുന്നേ. ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ ഈ കോപ്പിൽ ഇടപാടിനൊന്നും എന്നെ കിട്ടില്ലെന്ന്. ഇപ്പഴെന്തായി? ആ പഞ്ചാരക്കിഴവൻ ഇന്നും ഉണ്ടല്ലോ പുറകെ. ആ പീറ്റർ ജോൺസണോട് പറഞ്ഞാൽ ഈ കിളവന്റെ ഷേപ്പ് മാറ്റും. ഇതിന് പീറ്റർ ജോൺസും വാട്ടർ സ്പോട്ടും ഒന്നും വേണ്ട, നമ്മൾ തന്നെ മതിവാ. ഹായ് ഗുഡ് മോർണിംഗ് അങ്കിൾ. അങ്കിൾ കുറെ ദിവസമായാലും ഇവിടെ ചുറ്റിക്കിറങ്ങി നടക്കുന്നു. എന്താണാവോ ഉദ്ദേശം? ഞാൻ അറിയപ്പെടുന്ന ഒരു സെക്സോളജിസ്റ്റ് എന്നതിലുപരി ഒരു പക്ഷി നിരീക്ഷകൻ കൂടിയാണ്. എന്നിട്ട് വല്ല പക്ഷികളെ കണ്ടോ? എല്ലാത്തിനെയും പിടിച്ച് കൂട്ടിലൊളിപ്പിച്ച് വെച്ചിരിക്കല്ലേ. ഞങ്ങളുടെ കോളേജ് ക്യാമ്പസിലെ വിന്റർ ട്രീസിൽ നിറയെ പക്ഷികളാ. ഈ ദേശാടന കിളികളെ. ഈ വിമൻസ് കോളേജിന്റെ കോമ്പൗണ്ടിൽ ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർക്ക് പ്രവേശനമില്ലല്ലോ. അങ്കിളുവാ, ഞങ്ങൾ കൊണ്ടുപോകാം. നിൽക്കും മകൾ. എന്താ കുട്ടാ ഇതൊക്കെ? ഞാനെന്താ നാൽക്കാലിയോ മറ്റോ ആണോ? നേരെ വെളുക്കുന്നതിന് മുമ്പ് ഈ പച്ചിലൊക്കെ കടിച്ചു തിന്നാനും പാവയ്ക്കാ നീര് കുടിക്കാനും? അത് നമ്മുടെ ഫാമിലി ഡോക്ടർ പറഞ്ഞിട്ടല്ലേ മുത്തശ്ശ? ആ റാസ്കൽ എങ്ങനെ പലതും പറയും. അവൻ ഫാമിലി ഡോക്ടറല്ല, ഫാമിലി കില്ലറാ. റിട്ടയർഡ് ജഡ്ജായ ഡാഡി ഇങ്ങനെ തുടങ്ങിയാലോ? റിട്ടയർഡ് ജഡ്ജിമാര് വൈക്കോലും കാടിവെള്ളവും മാത്രമേ കഴിക്കാവൂന്ന് ഇന്ത്യൻ ഭരണഘടന പറഞ്ഞിട്ടുണ്ടോ? ഹെൽത്ത് കെയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇക്കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാ. ഡയറ്റ് കൺട്രോളിന്റെ കാര്യത്തിൽ എന്റെ ഡാഡിയെ കണ്ട് പഠിക്കേണ്ടിയിരുന്നു. ഓ ചുമ്മാനല്ല അങ്ങനെ 48ാമത്തെ വയസ്സിൽ തട്ടിപ്പോയത്. മരിച്ചുപോയതിന് ഡാഡി പറഞ്ഞാലുണ്ടല്ലോ. എന്തൊരു കഷ്ടമായത്. ഡാഡിക്കൊന്നും മിണ്ടായിരുന്നൂടെ ഈ വയസ്സുകാലത്ത്? ആ ഇനി ഞാനായിട്ടൊരു കുടുംബകലഹം ഉണ്ടാക്കുന്നില്ല. പച്ചലയെങ്കിൽ പച്ചല. വേണ്ടാന്ന് പറഞ്ഞാലുണ്ടല്ലോ നിന്റെ നോക്കിയാൻ അറിയാൻ ഭാഗത്ത് നീട്ടി വെച്ചിരിക്കുകയല്ലേ ഞാൻ. നീ ഒരൊറ്റ കാരണമാ ഈ എന്റെ അങ്ങേര് നാട് വിട്ടുപോയത്. നാട് വിട്ടു പോയെങ്കിലേ അത് നിന്റെ കയ്യിലിരിപ്പുണ്ടാ. എടി എന്റെ പ്രസവരക്ഷയ്ക്ക് കൊണ്ടുവന്നല്ലോ നിന്നെ, എന്നിട്ട് നിന്റെ പ്രസവം കൂടി എടുക്കേണ്ടി വന്നില്ലയോ എനിക്ക്? ഞാൻ ഗർഭിണിയായെങ്കിലേ അത് ചേച്ചിയുടെ കഴിവുകേട് കൊണ്ടാ. സുന്ദരേശൻ ചേട്ടൻ വീട്ടിൽ പെണ്ണ് കാണാൻ വന്നപ്പോഴേ എന്നെ കണ്ടിട്ടാ കല്യാണത്തിന് സമ്മതിച്ചത്, അല്ലാതെ നിന്റെ മരമാന്റെ കണ്ടിട്ടല്ല. ഇഷ്ടപ്പെടാൻ പറ്റിയ ഒരു മോന്ത അല്ലയോ? പോടിയോട്ടവളെ നീ ഇവിടെ വേണ്ടതിന് വിളിച്ചു കൊച്ചുപിള്ളേർ ചീത്തയാക്കരുത്. ഇത് കേട്ടിട്ട് വേണം അവര് ചീത്തയാവാൻ. എവിടെ വയറ്റി കിടന്ന തായ്വയില്ലയോ? 8 ഗുണം 10 ഗുണം. അപ്പൊ അവിടെ കിടക്കുന്ന 6 വിത്ത് ഏതാടി? പാവം സുന്ദരേശൻ ചേട്ടനെ വഞ്ചിച്ച് കണ്ടവന്റെ കൂടെ എന്നെ കൊണ്ടൊന്ന് മരപ്പിക്കരുത്. പാരമ്പര്യം നിന്റെ അമ്മയ്ക്കാടി. അമ്മയ്ക്കോ? അടി നടക്കുക അവിടെ. അടിക്കട്ടെ അടിക്കട്ടെ. അവർ തള്ളക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവരുടെ സ്വന്തം തള്ളക്കാണല്ലേ വിളിച്ചത്. 2 തലയാണോ? 1 തലയുള്ളൂ. Compliment to all nice and decent girls. All from a DJ singing. I'm a #1 girl in the world. Just like that. ഹലോ, മമ്മി ഇത് ജോസൂട്ടിയാ. ഓ മൈ സൺ, ഞാനിന്ന് നിന്നെ അങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു. അതെ, അടുത്ത 15-ാം തീയതി അല്ലേ നിന്റെ അപ്പന്റെ ആണ്ട്? നീ വരുന്നില്ലേ മോനെ? എറണാകുളത്ത് കോഴിക്കോട് വരുന്ന പോലെയാണോ അമേരിക്കന് കേരളത്തിലേക്ക് വരുന്നത്? എനിക്ക് വരാനൊക്കില്ല. 7 കൊല്ലായി എനിക്കൊരു കുഞ്ഞു പിറന്നത്. ഈ
തവണയെങ്കിലും കൊണ്ടുവന്ന് കാണിക്കാന്ന് പറഞ്ഞതല്ലേ. ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ മമ്മിക്ക് മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലാവൂടാ. വളർന്നു വലിയവരായിപ്പോ ആർക്കും എന്നെ വേണ്ട. ആര് പറഞ്ഞു വേണ്ടാന്ന്? മമ്മിയുടെ ആവശ്യങ്ങൾക്കായി അക്കൗണ്ടിലേക്ക് ഈ മാസവും പണം അയച്ചിട്ടുണ്ട്. ഞാൻ പെറ്റതേ നിന്നെയാണ്, പണത്തിനല്ല. നേരത്തെ പോയതുകൊണ്ട് ഇതൊന്നും കാണണ്ടല്ലോ. നിങ്ങൾ ഭാഗ്യവാൻ. എനിക്കെല്ലാം മറക്കാൻ ഇതേ ഒരു വഴിയുള്ളൂ. പ്രതികളായ സത്യരാജും ധർമ്മരാജും കുറ്റവാളികളാണെന്ന് ഈ കോടതിക്ക് പൂർണ്ണ ബോധ്യം വന്നതിനാൽ പ്രതികളെ 6 മാസത്തെ കഠിന തടവിന് വിധിച്ചിരിക്കുന്നു. പ്രതികളെ കസ്റ്റഡിയിലെടുത്ത കോൺസ്റ്റബിൾ രുദ്രൻപിള്ള ഈ കോടതിയുടെ പ്രത്യേക പ്രശംസ അർഹിക്കുന്നു. എല്ലാരും കൂടെ എങ്ങോട്ടാ? ജയിലിലേക്ക്. വേണ്ട വേണ്ട, ആരും വരണ്ട. കോടതി പറഞ്ഞ കേട്ടില്ലേ? ആപൽക്കരമായ ഏറ്റുമുട്ടലിലൂടെ ഒറ്റയ്ക്ക് ഇവരെ കസ്റ്റഡിയിലെടുത്ത് കോടതി ശിക്ഷ മേടിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ ഇവരെ സുരക്ഷിതരായി ജയിലിലെത്തിക്കുവാനും ഈ രുദ്രൻപിള്ളയ്ക്ക് കഴിയും. 2 കള്ളന്മാരെ ഒറ്റയ്ക്ക് ഇത്ര ദൂരം കൊണ്ടുപോകുന്ന റിസ്ക് ആണ്. ആ റിസ്കിന്റെ ക്രെഡിറ്റ് കൂടി എനിക്കിരിക്കട്ടെ. ആരും എന്നെ തടയരുത്. ജെപി കയറ. നീ മുൻ സീറ്റ്. ഓ, അപ്പൊ ഞാനോ? നീയും കയറ. പോട്ടെ. ഇങ്ങോട്ട് ഇറങ്ങ. എന്തിനാ ഇങ്ങോട്ട് ഇറങ്ങാൻ? എന്തിനാ ഇങ്ങോട്ട് ഇറങ്ങടോ? എന്താ കാര്യം പറ. അതൊക്കെ ഇറങ്ങിയിട്ട് പറയാം. എനിക്ക് ഒരു ഡ്രൈവറുടെ ആവശ്യമില്ല. താക്കോലും തരത്തില്ല. താക്കോലിങ്ങ അത് പറ്റത്തില്ല. താക്കോലി തോടോ? ഈ ജീപ്പ് എന്റെ സ്വന്തം വകയല്ലോ, ഡിപ്പാർട്ട്മെന്റ് വകയല്ലേ. അതാർക്കും ഓടിക്കാം. പിന്നെ ഞാൻ പോയി വരുന്നതിനിടയ്ക്ക് വല്ല കൊലപാതകമോ ബലാത്സംഗമോ മോഷണമോ നല്ലതോ നടന്നാലേ എല്ലാം പെൻഡിങ് വെച്ചേരെ. ഞാൻ വന്നിട്ട് ഹാൻഡിൽ ചെയ്തോളാം. അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. പ്രൊമോഷൻ കിട്ടണേ പണി കിടക്കണോടോ. നടക്കുന്ന തോപ്പിയും വെച്ച് പോലീസ് എന്നും പറഞ്ഞു അള്ളാന്മാരെ കൊണ്ട് പറയും. ആദ്യമായി 2 എലുമ്പന്മാരെ കൈ കിട്ടിയ അഹംഭാവ കിളവന്. കൈ കിട്ടിയത് വീരപ്പൻ എന്നാ വിചാരം. സ്റ്റാർട്ട് ആകുന്നില്ലല്ലോ. നല്ല മണിക്കാത്ത ഡ്രൈവർ കയറിയതാ. അയാളെ പിടിച്ച് പുറത്താക്കിട്ട് ഇപ്പൊ ചായ ഉണ്ടെങ്കിൽ കഴിക്കേണ്ട സമയമായി. മര്യാദക്ക് ഞങ്ങളെ ജയിലിലെത്തിച്ചില്ലെങ്കണ്ടല്ല വിവരം അറിയും കേട്ടാ. ആര്? ഞങ്ങളറിയും. ജീപ്പ് ഓടിച്ചിട്ട് കുറെ കാലമായി. ഇതിനുമ്പ് പ്ലെയിൻ പറപ്പിക്കലായിരുന്നല്ലോ. അതെ, വണ്ടിയുടെ ക്രൈം ഷാഫ്റ്റ് പോയതായിരിക്കും. ഇതിന് ശരിയാവത്തില്ല. ക്രൈം ഷാഫ്റ്റ് അതെന്തുവാ? അതായത് വണ്ടിയുടെ പാർട്ട് ഓഫ് ദ ഹാർട്ട്. പറഞ്ഞു മനസ്സിലാക്കി തരാം. അതായത് കാർബറ്റിൽ നിന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് സൈലൻസറിലേക്ക് പോകുമ്പോ അതിനിടയ്ക്ക് ഫണ്ടമെന്റിൽ നിന്ന് കൊളാബറേറ്റ് ചെയ്യുന്ന ഒരു യന്ത്രമുണ്ട്. ആ യന്ത്രം നഷ്ടപ്പെട്ടാൽ ഈ വണ്ടി എന്നല്ല തീവണ്ടി പോലും റോട്ടി കിടന്നോടൂല. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അവിടെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ ബിരുദധാരിയൊന്നും അല്ലെങ്കിലും ഈ ടൂറിസ്റ്റ് ടാക്സി വിളിച്ച് അതിലെ ഡ്രൈവറുടെ കഴുത്തിലെ ഈ തോർത്തിങ്ങനെ ഇട്ട് ഞെക്കി മുറുക്കി അയാളെ കൊന്നുപോലെ ആറ്റിലോ കൊക്കയിലോ വലിച്ചെറിഞ്ഞ് ആ കാറിന്റെ എഞ്ചിൻ അഴിച്ചു മാറ്റി പാർട്സ് ആക്കി ചൂടപ്പം പോലെ വിളിക്കുന്ന ഞങ്ങൾക്ക് പുല്ല് വർത്തമാനം പറഞ്ഞു നിൽക്കാതെ എങ്ങനെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്. നിന്നൊക്കെ സമയത്തിന് അവിടെ എത്തിച്ചില്ലെങ്കിലേ എന്റെ പണി പോവും, എന്റെ പ്രൊമോഷൻ പോകൂടാ. അയ്യോ, സാറിന്റെ പ്രൊമോഷൻ പോകും. ഇതാ പറയുന്നത്. ഗതി കെട്ടാ പോലീസും പുല്ല് തിന്നുവന്ന് ഇട്ടവൻ തന്നെ അഴിക്കുന്നു. ആവശ്യമില്ലാത്തവരെ സാധനങ്ങൾ ഫിറ്റ് ചെയ്ത് വെച്ചാണ്. പറഞ്ഞ പോലെ ഇവിടെ ഉണ്ടല്ലോ. എന്താ വണ്ടിയുടെ സ്പീക്കർ കാണാനല്ല? എന്റെ ഈശ്വര, എന്റെ സാറ് സ്പീക്കറിലാണ്ടാണ് നമ്മൾ ഇവിടെ വരെ വന്നത്. സ്പീക്കർ ഞങ്ങളെ കാത്തല്ലോ. ഇനി യൂട്രസ് പോയിട്ടുണ്ടാവോ? തലകത്തിട്ട് നമുക്കൊന്ന് തള്ളി നോക്കാം. താക്കോല് സാറോട് ഞാൻ തള്ളാം. നീ എന്നെ എങ്ങനെ ഇരുത്തണ്ട. എന്നാ ഞാനൊക്കെ സാറ് തള്ളു. അതാ സാർ തള്ളരുത്. ഞാൻ തള്ളും. തള്ളു. തള്ളരുതെന്നോ? പ്രമോഷന് മേലുദ്യോഗസ്ഥനെ തള്ളണം, മന്ത്രിയെ തള്ളണം, ജീപ്പും തള്ളണം. തള്ളി തള്ളി കണ്ണു തള്ളി ഫുട്ബോളിൽ കാല് വെച്ച് തള്ളു. കാല് വെച്ചല്ലോ. ആ സ്റ്റെപ്പിനെ കൈപിടിച്ച് തള്ളു. ആ വെച്ചേ ആ കേറിക്കോ. കേറിക്കൊണ്ടിരിക്കുന്നു. അയ്യോ അയ്യോ, എന്റെ പ്രമോഷൻ.